ഏറ്റവും കൂടുതൽ പറ്റിയത് ഇവരെ കേൾക്കുക എന്നുള്ളൊരു കാര്യം, ഇവരെ പെർഫോമൻസ് കാണുക എന്നുള്ളത്. കാരണം ജഗദീഷ് ചേട്ടനൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് സിനിമയെ കുറിച്ച്, സിനിമയിൽ ജീവിക്കുന്ന മനുഷ്യന് ആളുടെ ഇന്റർവ്യൂ ഒക്കെ പറയുമ്പോൾ ആൾ സിനിമയെ കുറിച്ച് മാത്രമേ സംസാരിക്കുള്ളൂ മിക്കതും. ഇപ്പം ഒരു സിനിമ, ഇപ്പം ഞങ്ങളുടെ സിനിമയുടെ പൂജ കഴിഞ്ഞിട്ട് അന്ന് രാത്രി 11:45 ഷോയ്ക്ക് മൂപ്പര് കൽക്കി കാണാൻ പോയതാ. എന്നിട്ട് 2:30 റൂമിൽ എത്തിയിട്ടാണ് 6 മണിക്ക് വീണ്ടും എത്തിയത്. അതൊരു എന്തൊക്കെ പറഞ്ഞാലും ഒരു ഡെഡിക്കേഷൻ ആണല്ലോ സിനിമേനെ. പിന്നെ എല്ലാത്തിനും ലോക സിനിമകളെ കുറിച്ച് ചർച്ച ചെയ്യും. പിന്നെ നമുക്ക് ഇനി വരാൻ പോകുന്ന എങ്ങനെയാണ് സിനിമേന്റെ വരാൻ പോകുന്ന കാലഘട്ടം, സിനിമയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ്, നല്ലൊരു ഡിറ്റർമിനേഷൻ ഉള്ള മനുഷ്യനാണ്. പിന്നെ ഇന്ദ്രൻ ചേട്ടനാണെങ്കിലും പ്രശാന്തനാണെങ്കിലും എല്ലാവരും അവരെ ഭാഗത്തുനിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. അവർക്ക് ഒരുപാട് നമ്മളെക്കാൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായതുകൊണ്ട് ഇപ്പം നിങ്ങളിനി മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെ ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കും. ഒരു ഫാമിലി പോലെ തന്നെയായിരുന്നു, ഒരു കുടുംബം പരിവാർ എന്ന് പറയുമ്പോൾ തന്നെ. ഒരു മാസത്തോളം ഞങ്ങളൊരു കുടുംബത്തിലായിരുന്നു. കാരണം സിംഗിൾ ലൊക്കേഷൻ ആയിരുന്നു, നമുക്ക് ഒരു വീട് മാത്രമാണല്ലോ. കഥാവത്സരമായതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ഇരിക്കാൻ പറ്റി. ഒരു സത്യം ഒരു കുടുംബം. എന്താ പറയുക, നമ്മൾ സെറ്റിലുള്ള ഷൂട്ടില്ലാത്ത സമയത്തൊക്കെ നമ്മൾ പെട്ടെന്ന് എല്ലാവരും നല്ല ജെല്ലായി, ഭയങ്കര കമ്പനിയൊക്കെയാണ്. അപ്പോൾ പ്രശാന്ത് ഏട്ടൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മളെ ഷൂട്ടില്ലാത്ത സമയത്തൊക്കെ ഓരോ സ്ഥലത്ത് കൊണ്ടുപോകും. പിന്നെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ദിലീപേട്ടൻ്റെ ലൊക്കേഷനിലൊക്കെ, ലിസ്നി സിമർ സാറിൻ്റെ ഒരു പടം നടക്കും, ദിലീപേട്ടൻ്റെ ലൊക്കേഷനിൽ